ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ തക്കാളി കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തക്കാളി കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തക്കാളി എടുത്തിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തക്കാളി കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മീഡിയം വലിപ്പമുള്ള ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നമ്മൾ മുഴുവനെയാണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ അല്ലി ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ചെറിയ അല്ലി ആകുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ചേർക്കാം. അപ്പോൾ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം, അതിനുശേഷം നമ്മുടെ തേങ്ങ അരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. വെജിറ്റബിൾസ് വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കുക. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, തക്കാളിക്ക് എന്നല്ല നമ്മുടെ മൊത്തത്തിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇതിൽ എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കണേ, കാശ്മീരി ചില്ലി പൗഡർ ചേർക്കരുത്. ഇത്രയും ചേർത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു തുടങ്ങുന്ന രീതിയിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഒരുപാട് ഇളക്കി ഉടച്ചെടുക്കരുത്. തക്കാളി ആണെങ്കിലും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരാനേ പാടുള്ളൂ. തക്കാളി കട്ട് ചെയ്യുമ്പോൾ തിന്നായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഒരുപാട് വലിയ പീസുകളല്ല, അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിൽ, ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചെറിയ ബർണറിലാണ് വെച്ചത്, അതുകൊണ്ടാണ് ഞാനൊരു 12 മിനിറ്റ് പറഞ്ഞത്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നിങ്ങൾ വലിയ ബർണറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമ്മുടെ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് തേങ്ങ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നന്നായിട്ട് അരയണം. ഇതിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാലിലേക്ക് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ട് നമുക്ക് അങ്ങനെയും നമ്മുടെ കറി റെഡിയാക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ 1/4 പാൽ എടുക്കുക. ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലേക്ക് പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് തേങ്ങ അരച്ച് ചേർക്കുന്നതിനാണ്. അതിലേക്ക് പെരിഞ്ജീരകം അരച്ച് തന്നെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകവും ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ട് ഇനി നമുക്ക് ഈ അരപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഈ സമയത്ത് നമ്മളൊരു 6-7 ചെറിയ ഉള്ളി നന്നാക്കി വയ്ക്കുക. ഇത് ഉള്ളി നന്നാക്കി വെച്ചാൽ മാത്രം പോരാ, റൗണ്ടിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വറവിടാനാണ് ഉള്ളി വേണ്ടത്. നമ്മുടെ കറി റെഡി ആയതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ വറവിടുമ്പോൾ ചെറിയ ഉള്ളി തന്നെ വേണം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വറവിടുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയുടെ തൊലിയൊക്കെ വിട്ട് വന്ന് ഒന്ന് കുക്കായി ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തക്കാളി ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് വരില്ല, അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഒന്നും ഉടഞ്ഞു പോകരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട്. ഒരുപാട് ഗ്രേവിയുള്ള കറിയല്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് ഗ്രേവി ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവിയുള്ള രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ചെറിയൊരളവിൽ മാത്രം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ട് ആവി വരുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഒരുപാട് ചൂടാക്കി തിളപ്പിച്ചെടുക്കരുത്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ആയിരിക്കും ഈ ഒരു കറി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക.
അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ ചേർക്കാം. വറവിടുമ്പോഴാണ് കൂടുതൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾ വറവിടാനുള്ള ഒരു പാട്ട് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ വറവിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത് ഉടനെ തന്നെ. വറവിട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി ഒന്ന് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തേങ്ങാപ്പാലും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ആവി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തക്കാളി കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് വരുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കിനി കറി മാറ്റി വെച്ചിട്ട് നമ്മുടെ വറവിൻ്റെ കാര്യങ്ങൾ നോക്കാം. വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ വറവിടുക കേട്ടോ. നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ നമ്മളിനി വെയിറ്റ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ, ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ രാവിലെ 7 മണിക്കും പിന്നെ രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ ചാനലിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം, പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറയുന്നത്. സമയം കിട്ടുമ്പോൾ അതിൽ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും അതിൽ വീഡിയോസ് ഉണ്ടാവും. നിങ്ങളുടെ സമയം പോലെ എടുത്ത് നോക്കിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് വറ്റൽമുളക് വേണ്ട, നമുക്ക് 2 വറ്റൽമുളക് മതി. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതും കൂടി ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വന്നു കഴിഞ്ഞു. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ വറവ് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഉടനെ ഇളക്കി മിക്സ് ചെയ്യരുത്, നേരെ അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ഒന്നും ചെയ്യണ്ട. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും മിനിമം സമയം കൊടുക്കുക. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റോളം അടച്ചു വയ്ക്കുക. അതിനുശേഷം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും ഉപയോഗിക്കുക. ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമ്മളൊരു 10 മിനിറ്റായി വറവിട്ട് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളിക്കറിയുടെ പരിപാടി. വളരെ സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തക്കാളിക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് നമ്മൾ വറവിടുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. അതുപോലെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കറക്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോയില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.